സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ചീര ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള അതിൻ്റെ വളർച്ചയാണ് കാണിക്കാൻ പോകുന്നത്. ചീര നമുക്ക് ഏത് കാലാവസ്ഥയിലും, ചുമലച്ചീര നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായി പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഏറ്റവും നല്ലത് അതിന് നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും നല്ലത്. അത് നല്ലപോലെ വെള്ളം ലഭിച്ചിരിക്കണം. രാവിലെയും ഉച്ചയ്ക്കും ഏകദേശം ഒരു വൈകിട്ടും നല്ല രീതിയിൽ നനച്ചു കൊടുത്തെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് ലഭിക്കും. ഇത് നമുക്കൊരു ഏകദേശം ഒരു 10 days ആയിട്ടുള്ള ഒരു ചീര വിത്താണിത്. ഏകദേശം ഒരു 10 days ആയിട്ടുള്ളൂ. നമുക്ക് ധാരാളമായിട്ട് വെള്ളം കൊടുക്കുക. പിന്നെ ഈ ചാരമൊക്കെ ഇട്ട് കൊടുക്കുക. ഏകദേശം നല്ല വളർച്ച എത്തും. അതായത് ചാരം ഇടുന്നതുകൊണ്ട് നമുക്ക് തുഴച്ചിലൊക്കെ ഉണ്ടായിരിക്കും ഒക്കെ ചെയ്യും. ഏകദേശം ഒരു 10 days ആണ് ഇതിൻ്റെ വളർച്ച. ഇത് നല്ലപോലെ വെയിൽ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ലപോലെ നമുക്ക് ഇലകൾ ലഭിക്കുകയുള്ളൂ. ഇതൊരു 20 days ആയ ഒരു തൈയാണിത്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചാരമാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നല്ലപോലെ വെള്ളവും കൊടുക്കുന്നത്. നല്ല സൂര്യപ്രകാശമൊക്കെ വളർന്ന് ലഭിക്കുന്നിടത്താണ് ഇത് പെട്ടെന്ന് വളർന്ന് കയറി വരുന്നത്. ഇത് ഏകദേശം നമുക്ക് ഇതെല്ലാം പൂവൊക്കെ കേട്ടിരിക്കുന്ന ഒരു ചീരവിത്താണിത്. ഇത് ഏകദേശം ഒരു 35 days ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് കൊടുക്കുക. നമുക്ക് ധാരാളമായിട്ട് ലഭിക്കും. നമ്മൾ ചീര പുതിയതായിട്ട് പാകിയിരിക്കുന്നതാണ്. ഏകദേശം ഒരു 10 days ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് കളകളൊക്കെ കയറിയിട്ടുണ്ട്. അതെല്ലാം പറിച്ചു കൊടുത്തില്ലെങ്കിൽ പുഴുശല്യമൊക്കെ കയറും. ഇപ്പോൾ കളകൾ പറിച്ചു കൊടുക്കാറായി വന്നിരിക്കുകയാണ്. ചീര ഇതൊരു 10 days ആയിട്ടുള്ളൂ. ഇത് നല്ലപോലെ വെള്ളം കൊടുക്കുക. പിന്നെ സൂര്യപ്രകാശമുള്ളിടത്ത് അത്യാവശ്യമായിട്ട് വെക്കുക. ഇലകളിലെ കളകളൊക്കെ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ചാരമൊക്കെ ഒരു 10 days കൂടുമ്പോൾ ഇടുക. പിന്നെ ഞുള്ളി നമ്മൾ മണ്ടഭാഗം എടുത്താൽ മതി. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. ഒരു ഈ തന്നെ ഒരു 20 days ആകുമ്പോഴത്തേക്കും നമ്മൾ പൂർണ്ണ വളർച്ച എത്തുമ്പോഴത്തേക്കും നമ്മളിത് ഒന്നുകൂടെ ഇതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതല്ല നമ്മൾ വെള്ളം കൂടുതൽ കിട്ടിയാൽ അത്രയധികം ഉയർച്ചയ്ക്ക് ഇത് പൊങ്ങി വരും. കളകൾ അത്യാവശ്യമായിട്ട് പറിച്ചു മാറ്റുക. പിന്നെ എന്നും ഒരു കൃത്യസമയത്ത് തന്നെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് ഇലകൾ ലഭിക്കും. ഇത് തളരൊന്നും അത്യാവശ്യമില്ല, കുഴപ്പമില്ല. ധാരാളമായിട്ട് നമ്മുടെ ഏറ്റവും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് ഈ ചീരവിത്ത്. നമുക്കിത് ചെടിച്ചട്ടികളിലും പോട്ടുകളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ചാരമൊക്കെ ഇട്ട് റെഡിയാക്കിയതിന് ശേഷം ചെറിയ ഓടൊക്കെ ചേർത്തിയാൽ, അതായത് ഓട് കഷ്ണങ്ങൾ ചെറുതായിട്ട്